സ്വർണ്ണക്കടത്ത്, ജയിലിൽ വെച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ, ജയിലിൽ വെച്ച് ലഹരിക്കടത്ത്, ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗം, ജയിലിലേക്ക് പോകുന്ന ആളുകൾക്ക് യാത്രയയപ്പ്, ഇതൊക്കെയാണ് സാർ ഇന്നത്തെ കേരളത്തിൽ നടക്കുന്നത്. സ്വീകരണം വേറെ. സാർ, ഞാൻ ചോദിക്കുന്നു, ശരത്ലാൽ കൃപേഷ് കൊലപാതക കേസിലെ പ്രതികൾ, ആ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോ ആരാണ് സാർ യാത്ര അയച്ചത്? ഒരു കൊലപാതക കേസിലെ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ആ പ്രതികളെ യാത്ര അയക്കുമ്പോ ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ടോ, അതല്ല ക്രിമിനൽ വാഴ്ചയാണോ? ആ ക്രിമിനലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നിങ്ങളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയല്ലേ ഈ കേരളത്തിൽ? ഇതിനേക്കാൾ വലിയ മര്യാദകേടും ഇതിനേക്കാൾ വലിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനവും വേറെ ഏതെങ്കിലും ഉണ്ടോ സാർ? ചില കേസുകൾ ഹോളി ക്രൈംസ് ആണ് സാർ. പാർട്ടി തീരുമാനിച്ച് നടത്തുന്ന കൊലപാതകം ഹോളി ക്രൈംസ്. അതിന്റെ ഭാഗമാണല്ലോ പ്രിയപ്പെട്ട കെ കെ രമണ പറഞ്ഞത്. ഓരോ ആളുകൾക്ക് കൊടുത്തതായിരിക്കുന്ന സാർ AC രാമേന്ദ്രന് കൊടുത്തതായിരിക്കുന്ന പത്തറിന്റെ ഡേയ്സിനെ കുറിച്ച് പറഞ്ഞു 1308 ദിവസം. സാർ, അതിന്റെ റീസൺ കിർമാണി മനോജ് ഉൾപ്പെടെ, വായ്പിടിച്ച റഫീഖ് ഉൾപ്പെടെ, ഓരോ പ്രതികൾക്ക് നിങ്ങൾ കൊടുത്തതായിരിക്കുന്ന MC മനോജ് ഉൾപ്പെടെ ഓരോ ആളുകൾക്ക് നിങ്ങൾ കൊടുത്ത 1038, 1044, 962 അടക്കമുള്ളതായിരിക്കുന്ന വരോ ദിവസങ്ങൾ. സാർ, അതിന്റെ റീസൺ എഴുതിയതാണ് ഏറ്റവും വലിയ രസം. ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്. സാർ, നാണമുണ്ടോ സാർ നിങ്ങൾക്ക്? ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത, 52 വെട്ടുവെട്ടി കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത, ഒരു പൊതുപ്രവർത്തകനെ കൊന്ന് കശാപ്പ് ചെയ്ത ആ പ്രതികൾക്ക് കുടുംബത്തിന്റെ കൂടെ താമസിക്കാൻ എന്ന് പറഞ്ഞ് 1000, 1500 ദിവസവും നിങ്ങൾ പരോൾ കൊടുക്കുമ്പോ ഈ സർക്കാരിന് നിയമവാഴ്ചയുടെ പുല്ലിന്റെ സാർ. ഈ സർക്കാരിന് മാന്യതയും ഈ സർക്കാരിന് ജനാധിപത്യ നീതിന്യായ ബോധമുണ്ടോ സാർ?